റെസിപ്പീസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ. ഇത് നമുക്ക് വിഷുവിന് ഡെക്കോറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വിഷു ഒക്കെ ആയിട്ട് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാവുന്ന ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബോട്ടിലെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ പെയിൻറ്റ് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഞാനൊരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറാണെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേപോലത്തെ ഒരു പ്രിൻ്റാണ് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു വിഷു ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു കണിക്കൊന്നയിൽ ഷേപ്പിൽ നമ്മൾ എഴുതിയെടുത്തിട്ടുള്ളതാണ്, വരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു കാർബൺ പേപ്പർ വേണം. യെല്ലോ കാർബൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമ്മളിതിനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാർബൺ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ താഴത്ത് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ കാർബൺ പേപ്പർ ഇല്ലയെന്ന് കരുതി പേടിക്കേണ്ട. നിങ്ങൾ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നല്ല പെൻസിൽ അല്ലെങ്കിൽ പെന്ന് റീഫിൽ കഴിഞ്ഞ പെന്നുണ്ടല്ലോ, അത് വെച്ച് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഡയറക്റ്റ് ബോട്ടിലോട്ട് വരച്ചു കൊടുത്താൽ അത്ര ഇങ്ങോട്ട് ഭംഗിയാവുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റുന്നവർക്ക് വരയ്ക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ വരച്ചെടുത്തതിനൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ലെമൺ യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ വരച്ച ആ ഒരു പ്രിൻ്റ് ഉണ്ടാവുമല്ലോ, അതിനെ നമ്മളിതാ ഈ ഒരു യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് ആ ഒരു ഇത് വരച്ചു കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ വരച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ വരച്ചെടുക്കുക. ഇനിയാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതും നമ്മൾ ഈ ഒരു ലെമൺ യെല്ലോ എന്ന് പറഞ്ഞ കളർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഒരു ഷേപ്പിൽ നമുക്ക് ബർത്ത്ഡേ അപ്പോൾ ഈ ഒരു തീമിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആദ്യം ഒരു സ്റ്റെമ്മിന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ കാണുമ്പോൾ ഒരു കണിക്കൊന്ന നമ്മൾ വരച്ച് അതേപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വിഷു ആശംസകൾ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ കണിക്കൊന്ന വരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ നോക്കി വരയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ ലെറ്റേഴ്സും വിഷു ആശംസകൾ എന്നുള്ള ആ വേർഡ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഫില്ല് ചെയ്യില്ല, കുറച്ച് ഏരിയാസ് മാത്രം ഫില്ല് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അതേപോലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. വളരെ ഈസിയാണ്. ജസ്റ്റ് പെയിൻറ്റ് എടുക്കുക, അതിൻ്റെ ഉള്ളിൽ നമ്മൾ വരച്ച് ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, ഏറ്റവും ഈസിയാണ്. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഇതോളിലും ഇങ്ങനെ ബോട്ടിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ബോട്ടിൽ വേണമെന്നില്ല, നമുക്ക് കാർഡ് ബോർഡിലായാലും ഇതേ മെത്തേഡിൽ നമുക്ക് വരച്ചിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കൊരു കാർഡ് ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് വിഷു ആശംസകളിൽ നിന്ന് ഇതേപോലെ എഴുതിയിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് കൂടാതെ റമദാൻ തീമിൽ ഇതേപോലെ ചെയ്യാം. റമദാനിൻ്റെ തീമായിട്ടുള്ള മൂണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്ത് വരച്ചിട്ട് ഇതേപോലത്തെ അതിൻ്റെ ഉള്ളിൽ ഈ ലെറ്റേഴ്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കണിക്കൊന്നയുടെ പോലെ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കും. എന്നിട്ട് ആ ഒരു വിഷു ആശംസകൾ എന്നുള്ള ആ ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ വിഷുവിൻ്റെ മിക്ക ലെറ്റേഴ്സ് ഇങ്ങനെ സർക്കിളിൽ വരുന്ന ലെറ്റേഴ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കണിക്കൊന്നയുടെ ലുക്ക് വരും. എന്നിട്ട് അവിടെയായിട്ട് നമ്മൾ ഈ ഒരു കണിക്കൊന്നയുടെ കമ്പുകളും അതുപോലെ ചെറിയ ബഡ്ഡുകളൊക്കെ വരച്ച് കൊടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നത് നമ്മൾ എഴുതിയ ആ ലെറ്റേഴ്സ് മാത്രം നമ്മൾ ഫില്ല് ചെയ്യും. എല്ലാം അത് നമ്മൾ ഫില്ല് ചെയ്യില്ല. ലെറ്റേഴ്സ് ഉണ്ടല്ലോ, വിഷു ആശംസകൾ എന്ന് എഴുതിയ ആ ലെറ്റർ, അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം ഫില്ല് ചെയ്യില്ല. നമ്മൾ വരച്ച എല്ലാ ഭാഗങ്ങളും ഫില്ല് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ആ ലെറ്ററുകൾ മാത്രം നമ്മൾ ഫില്ല് ചെയ്യും. അപ്പോഴാണ് അത് എന്താണ് എഴുതിയേക്കണം എന്നുള്ളത് എടുത്ത് കാണിക്കുകയുള്ളൂ. പക്ഷേ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു കൊന്നപ്പൂവിനെ നമ്മൾ ബോട്ടിലോ അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ വരയ്ക്കുന്നത് വെച്ചാൽ അവിടെ വരച്ച പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത് ഒന്ന് നോക്കൂ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇപ്പോൾ എവിടെയൊക്കെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രിൻറ്റും ഞാൻ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കാണുന്ന പോലെ ഡിഫിക്കൽട്ടൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വരച്ചെടുക്കാവുന്നുള്ളൂ. എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ആ ലെറ്റേഴ്സ് എഴുതാൻ മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെമ്മുകൾ നമ്മൾ ഫില്ല് ചെയ്തു. അതേപോലെ തന്നെ ആ ഒരു വിഷു ആശംസകളിൽ നിന്ന് എഴുതിയതും ഒന്ന് ഫില്ല് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ആ വരച്ചു കൊടുത്ത ചെറിയ ബഡ് പോലെ വരച്ചെടുത്ത് എനിക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തോ ഒന്ന് വരച്ചെടുത്തു. അത്ര മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്തത്. ഇനി ഇതിൻ്റെ നെക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ഞാൻ കുറച്ചൊന്ന് വാർണിഷ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ടീക്ക് വുഡിലടിക്കുന്ന വാർണിഷാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പെയിൻ്റ് ഒന്നും പോവാതെ ഈ ഒരു ബ്ലൂ കളർ അതുപോലെ ഈ യെല്ലോ കളറൊക്കെ എന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് വാർണിഷ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വാർണിഷ് നമുക്ക് കാർഡ് ബോർഡിലാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ പെയിൻറ്റ് എവിടെയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് വാർണിഷൊക്കെ ചെയ്ത് ഉണക്കിയെടുക്കുക. അപ്പോൾ പറഞ്ഞ പോലെ ഏതിലാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാനിപ്പോൾ ബോട്ടിൽ ചെയ്തെന്നുള്ളൂ. ഇനി ഇതിൻ്റെ നെക്ക് വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ബ്ലൂ കളറിൽ നെക്കിൽ ഇനി വേറെ ഒന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിത് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ കണിക്കൊന്നയൊക്കെ ഒരുക്കുമ്പോൾ, അതായത് കണി ഒരുക്കുന്ന സമയത്തും വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എങ്ങനെയുണ്ട് നമ്മുടെ ബോട്ടിലാട്ട്, നന്നായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ വിഷുവിന് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കുക ഉണ്ടാക്കിയിട്ട്. നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഗിഫ്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം, കിട്ടുന്നവർക്ക് ഒരു ഇതല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ കണിക്കൊന്നയുടെ കൂടെ നമ്മുടെ ബോട്ടിലായിട്ടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊന്നപ്പൂവുണ്ട്, അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. വീണ്ടും വരും വരെയും ബൈ ബൈ. താങ്ക് യു ഓൾ.